വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതം. വനത്തിനുള്ളിൽ RRT സംഘം തിരച്ചിൽ തുടങ്ങി. കടുവയെ തിരയാൻ തെർമൽ ഡ്രോണുകളും ക്യാമറ ട്രാപ്പുകളും ഉപയോഗിക്കും. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളും ദൌത്യത്തിലെത്തും. കടുവ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. ആക്രമണത്തിൽ മരിച്ച രാധയുടെ സംസ്കാരം ഇന്ന്. വാർത്തയുടെ വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രാത്രിയും തിരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു. കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഇതുവരെയായി. RRT സംഘമടക്കം ഇവിടെ 100-ലധികം RRT സംഘങ്ങളടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ്. പ്രധാനമായും വനംവകുപ്പിന്റെ RRT സംഘം ഇന്ന് രാവിലെയോടെ ഈ വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. കടുവയെ തിരയാൻ വേണ്ടി, അല്ലെങ്കിൽ കടുവയെ പിടികൂടി കാട്ടിലേക്ക് അയക്കാൻ, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ധർമ്മ ഡ്രോണുകളും അതുപോലെ തന്നെ ക്യാമറ ട്രാപ്പുകളും ഈ മുത്തങ്ങയിൽ നിന്ന് കൂടുതൽ കുങ്കിയാനകളും കൂടുതൽ RRT സംഘത്തെല്ലാം ഈ മേഖലയിൽ ഉടനെത്തിക്കും. അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം, വെറ്റിനറി സംഘം ഉടൻ സ്ഥലത്തെത്തും. തുടർന്നുള്ള വ്യാപകമായ തിരച്ചിൽ, അല്ലെങ്കിൽ AK ശശീന്ദ്രൻ പ്രഖ്യാപിച്ച പോലെ തന്നെ ഈ ദൗത്യം നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ദൗത്യം അത് ഇന്ന് രാവിലെയോടെ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും RRT സംഘവും വെറ്റിനറി സംഘവും ധർമ്മ ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള വ്യാപക തെരച്ചിലാണ് ഇപ്പോൾ വനത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വനംവകുപ്പിന് ഈ നരഭോജിയായ കടുവ കാട് കയറിയോ അതോ സമീപ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു ഇരയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വളർത്തുമൃഗത്തെ ഇരയാക്കാൻ വേണ്ടിയുള്ള സമീപ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും രാവിലെയോടെ തന്നെ RRT സംഘം, വനംവകുപ്പ് സംഘം ഈ തിരച്ചിൽ വ്യാപകമായിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ ഈ കടുവയെ പിടികൂടാനും വേണ്ടി സമീപ മേഖലയിലെല്ലാം കൂടുകൾ സ്ഥാപിക്കുകയും, എന്നാൽ ഈ ദൗത്യ സംഘത്തെ കണ്ണുവെട്ടിച്ച് ഇത് മറയുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തായാലും വനംവകുപ്പ് പ്രധാനമായി പറയുന്നത് ഒരു ഒന്നര കൊല്ലം മുന്നേ ഇതുപോലത്തെ ഒരു ആക്രമണം ഉണ്ടാവുകയും തൊട്ട് പിന്നാലെ ഈ കടുവ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യം ഉടലെടുത്തായിരുന്നു പിന്നെ ഒരു വനംവകുപ്പ് ഇന്നലെ രാത്രിയോടെ കൂട് സ്ഥാപിക്കുകയും ഈ കടുവയ്ക്കായി നിരീക്ഷണവും നടത്തുകയും ചെയ്തു. എന്നാൽ ആ നിരീക്ഷണം എല്ലാം ഒരു കടുവ പിടികൂടാനോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നില്ല. എന്തായാലും പ്രദേശത്തെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധം ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഒരു ഉത്തരവിടുകയും നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം ഒരു ശമനം ഉണ്ടായത്. എന്തായാലും ഇന്ന് വയനാട് മേഖലയിൽ മാനന്തവാടി നഗരസഭാ മേഖലയിൽ ഒരു 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ വയനാട് നഗരസഭാ മേഖലയിലെ ഡിവിഷൻ മജിസ്ട്രേറ്റ് ഒരു 144 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് മനുഷ്യന്റെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലുള്ള കടുവയുടെ ആക്രമണം, അല്ലെങ്കിൽ മറ്റു വന്യജീവി ആക്രമണം ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് UDF പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താൽ തുടങ്ങിയിട്ടുണ്ട്. തൊട്ട് പിന്നാലെ SDPI ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഹർത്താൽ തുടങ്ങിയെങ്കിലും ഒരു അക്രമാസക്തമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ 11 മണിയോടെ സംസ്കാരം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ ഇന്നലെ 8:45 മുതൽ 8:09 വരെയുള്ള സമയത്ത് പ്രകാരമാണ് ഇതുപോലെ പഞ്ചാരക്കൊല്ലി സ്വദേശിയായ രാധയെ കടുവ ആക്രമിക്കുന്നത്. തൊട്ടു പിന്നാലെ 100 മീറ്ററോളം വലിച്ചയച്ച് കടുവ കാട്ടിലേക്ക് കൊണ്ടുപോകും, എസ്റ്റേറ്റിലെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഈ കടുവ ഈ ആദിവാസി സ്ത്രീയെ പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു. തൊട്ടു പിന്നാലെ 10:45 തണ്ടർബോൾട്ട് നടത്തിയ പരിശോധനയിലാണ്, തണ്ടർബോൾട്ട് പ്രധാനമായും വനത്തിൽ ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സാഹചര്യത്തിലായിരുന്നു ഒരു പരിശോധന നടത്തിയത്. ഈ പരിശോധന അടിസ്ഥാനത്തിലായിരുന്നു ഈ പാതി ഭക്ഷിച്ച ഈ കടുവയുടെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തൊട്ടു പിന്നാലെ 11:40 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു. തൊട്ടു പിന്നാലെ പ്രദേശവാസികളെ വിളിച്ചു വരുത്തുന്നു. തൊട്ടു പിന്നാലുള്ള വലിയ രീതിയിലുള്ള സംഘർഷം, ഈ സംഘർഷത്തിലാണ് പ്രധാനമായും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നത്. സ്ഥലത്തെത്തിയ DF അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ നാട്ടുകാർ പ്രതിഷേധം ഉന്നയിക്കുന്നു. തൊട്ടു പിന്നാലെ 2 മണിയോടെ
ഈ കടുവയെ കൊല്ലാമെന്ന അല്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലാമെന്ന ഉത്തരവ് AK ശശീന്ദ്രൻ പുറപ്പെടുവിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ സമരത്തിനും പ്രതിഷേധത്തിനല്ല ഒരു ശമനം ഉണ്ടാകുന്നത്. പിന്നീടാണ് ഒരു കടുവയെ പിടികൂടാനുള്ള ദൗത്യസംഘം വനംവകുപ്പ് ഊർജിതമാക്കുന്നത്. എന്തായാലും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് നടപടികളാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. കടുവയെ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ ഘട്ടത്തിൽ മയക്കുവെടി വെച്ച് കൊല്ലാനോ കൂട്ടിലകപ്പെട്ട് പിടികൂടാനുള്ള ശ്രമം കഴിഞ്ഞില്ലെങ്കിൽ അതിനെ കൊല്ലാം എന്നൊരു നടപടി എടുക്കുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തോടെ ഈ വനംവകുപ്പിൻ്റെ ദൗത്യസംഘം ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഹർത്താലും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മലയോര മേഖല സംരക്ഷണവുമായി ബന്ധപ്പെട്ട് VD സതീശൻ നയിക്കുന്ന സമരം മറ്റൊരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും തുടരെയുള്ള വന്യജീവി ആക്രമണത്തിൽ